തൃശൂർ മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണവുമായി ആംബുലൻസ് ഡ്രൈവർ. കുന്നംകുളം പന്നിത്തടത്തുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ KSRTC ബസ് ഡ്രൈവർക്ക് ചികിത്സ വൈകിപ്പിച്ചുവെന്നാണ് ആംബുലൻസ് ഡ്രൈവറായ സാദിഖിന്റെ ആരോപണം. എന്നാൽ കൃത്യസമയത്ത് തന്നെ ചികിത്സ നൽകിയെന്നാണ് മെഡിക്കൽ കോളേജിന്റെ വാദം. കുന്നംകുളം പന്നിത്തടത്ത് ലോറിയും KSRTC ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് KSRTC ഡ്രൈവർ രാജേഷിന് ഗുരുതര പരിക്കേറ്റത്. തുടർന്ന് രാജേഷിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിച്ചു. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലെത്തിച്ച രാജേഷിന് 45 മിനിറ്റോളം കൃത്യമായി ചികിത്സ നൽകിയില്ലെന്നാണ് ആംബുലൻസ് ഡ്രൈവറായ സാദിഖിന്റെ ആരോപണം. റെഡ് സോണിൽ ബെഡില്ലാത്തതിനാൽ സ്ട്രക്ചറിൽ തന്നെ കിടത്തി. ഇവിടെ ആരുമില്ലെന്ന് വെച്ചപ്പോൾ സെക്യൂരിറ്റിക്കാരെ വന്നിട്ട് നമ്മൾ റേസായി ചൂടായി. ഡോക്ടേഴ്സ് എനിക്ക് ആൾക്കാണെങ്കിൽ ബാക്കിയുള്ള കുറേ ആൾക്കാരെ വിളിക്കാൻ ഒരു മടി. കുറേ പേപ്പേഴ്സ് അങ്ങോട്ട് നോക്കി ഒരു 3/4 മണിക്കൂർ അങ്ങനെ നിർത്തി. നമ്മളവിടെ എത്തുമ്പോഴത്തേനും ആളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. മൂക്കിൽ നിന്നും ചെവിട്ടിൽ നിന്നും ആകെ ബ്ലഡും ആകെ കുറേ വൊമിറ്റ് ഒക്കെ ഉണ്ടായി. നമുക്കത് കണ്ടിട്ട് നമുക്ക് തീരെ പറ്റുന്നില്ല. കാരണം ഇവരൊന്നും നോക്കുന്നില്ല, ഒന്നും ചെയ്യണില്ല. അവർ റെഡ് സോണി കൊണ്ടുപോകുന്നു. റെഡ് സോണി കൊണ്ടുപോയിട്ടും അവിടെ വെറുതെ കിടപ്പന്നെ. ബെഡില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ നിർത്തിക്കവര്. ഒടുവിൽ KSRTC അധികൃതരെ വിവരമറിയിച്ച് രാജേഷിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നുവെന്നും സാദിഖ് പറഞ്ഞു. എന്നാൽ സാദിഖിന്റെ ആരോപണം പൂർണ്ണമായും തള്ളുകയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ. രോഗിക്ക് കൃത്യമായി ചികിത്സ നൽകി. തെറ്റിദ്ധാരണ മൂലമാകാം ചികിത്സ വൈകിയെന്ന് തോന്നിയതെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്. അതിന്റെ ടൈമിന്റെ ഡിലേ എന്ന് പറയുന്നത് 2:52 ക്യാമ്പസിൽ വരുന്നു. 2:57 നമ്മുടെ OP-യിൽ എത്തുന്നത്. ഇതിനെല്ലാം CCTV ദൃശ്യങ്ങളുണ്ട്. 2:57 വരുന്നു. 2:58 തന്നെ അവിടെ ഡോക്ടർ നോക്കിയിട്ടുണ്ട്. നമ്മുടെ ട്രയാജിൽ 2:55 നോക്കിയിട്ടാണ് OP ടിക്കറ്റ് അതിനോടൊപ്പം സൈമൾട്ടേനിയസ് ആയിട്ട് എടുത്ത് 2:58 തന്നെ ഡോക്ടർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആംബുലൻസ് ഡ്രൈവർ നിർബന്ധിച്ച് രോഗിയെ കൊണ്ടുപോയെന്നും സൂപ്രണ്ട് പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.